ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, മറ്റ് 10th പ്രിലിമിനറി എക്സാമുകളൊക്കെ വരാൻ പോവുകയാണ്. ഇതിൽ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ LGSൻ്റെ സിലബസും അതുപോലെ തന്നെ 10th പ്രിലിംസിൻ്റെ ഒക്കെ സിലബസൊക്കെ സെയിം ആണ്. അപ്പോൾ ഒരൊറ്റ സിലബസ് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നുള്ളൊരു പോസ്റ്റ് നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഗ്രേഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാം ഒക്ടോബറിലാണ് പ്രിലിംസ് വരുന്നത്. മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മെയിൻസ് എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് PSCന്ന് കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്ത് പോകാം. ഓക്കെ, സെക്രട്ടേറിയറ്റ് OA നമുക്ക് ഡിഗ്രിക്കാർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ നല്ലൊരു അവസരമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്ലാനിൽ നമ്മൾ ഏതൊരു എക്സാമും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സിലബസ് നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യം ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധന, അതായത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്ക്, മാത്സ് എന്ന ഭാഗത്ത് 10 മാർക്ക്, മെൻ്റൽ എബിലിറ്റി 10 മാർക്ക്, അങ്ങനെ മൊത്തം 100 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി സിലബസിലേക്ക് വരുമ്പോൾ പൊതുവിജ്ഞാന ഭാഗത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ, ഇതെല്ലാം കൂടി 5 മാർക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലയിലെ പുരോഗതികളും നേട്ടങ്ങളും, അതും 5 മാർക്ക് തന്നെയാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ ഒരു 5 മാർക്ക് ഉണ്ട്. ഒരു പൗരന്റെ അവകാശങ്ങൾ, കടമകൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്കാണ്. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യൻ ബേസിക് ഫാക്ട്സ് അല്ലെങ്കിൽ ജോഗ്രഫി എന്നുള്ള വിഭാഗത്തിൽ 5 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊരു ഏരിയയിൽ നമ്മൾ 5 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ, മൊത്തം ഹിസ്റ്ററി 10 മാർക്കാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി 5 മാർക്ക്. ഇനി അടുത്തേക്ക് വരുമ്പോൾ കേരളം ജോഗ്രഫി 10 മാർക്കാണ്. കേരളം ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്, ഒരു ബേസിക് നോളജാണ് വേണ്ടത് കേട്ടോ. 10 മാർക്കാണ് ഈ കേരള ഫാക്ട്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, പിന്നെ എന്താണ് നവോത്ഥാന നായകന്മാർ, ഇതും 5 മാർക്ക്. അത് കേരള ഹിസ്റ്ററി വിഭാഗത്തിലാണ് 5 മാർക്ക്. നവോത്ഥാനം നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേരളത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ അതും 5 മാർക്കാണ്. ഇനി അടുത്തേക്ക് വരുമ്പോൾ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനാണ് ആനുകാലികം വരിക. അതിപ്പോൾ നമ്മുടെ LDCയിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അതുപോലെ തന്നെ ഇനി സയൻസിലേക്ക് വരാം. സയൻസിനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നാച്ചുറൽ സയൻസ് വിഭാഗമുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ സയൻസ് വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ ജീവശാസ്ത്രം 5 മാർക്കാണ്. മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതുവായ അറിവ്, അതുപോലെ തന്നെ ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇതൊക്കെയാണ് നമ്മുടെ ജീവശാസ്ത്രം എന്നുള്ളൊരു ഏരിയയിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പൊതുജനാരോഗ്യം 10 മാർക്കിനാണ് പൊതുജനാരോഗ്യം വരുന്നത്. അതിൽ ഉൾപ്പെടുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ പൊതുജനാരോഗ്യം എന്നൊരു ഹെഡിൽ വരുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 10 മാർക്ക് ഷുവറാണ്. ഓക്കെ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫിസിക്കൽ സയൻസിലേക്ക് കടക്കാണ്. ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും രണ്ടും കൂടിയിട്ട് 5 മാർക്കാണ്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ഇതൊക്കെയാണ് കെമിസ്ട്രിയിൽ വരുന്നത്. ഇനി ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും, ഈ 12 ടോപ്പിക്കാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും കൂടി നിങ്ങൾ പഠിക്കേണ്ടത്. 5 മാർക്കാണ്. ബയോളജിയും പൊതുജനാരോഗ്യം കൂടി 15 മാർക്കിനാണ് വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നാച്ചുറൽ സയൻസിനാണ് കൊടുക്കേണ്ടത്. ഇനി മാത്സിലേക്ക് വരുമ്പോൾ
സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഇതൊക്കെയാണ് മാത്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 മാർക്കാണ് മാത്സിലുള്ളത്. ഇനി ലാസ്റ്റ് മെൻ്റൽ എബിലിറ്റി ഏരിയയിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ, അതായത് ബോർഡ് മാസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം, ഇതൊക്കെയാണ് 10 മാർക്കിനുള്ള മെൻ്റൽ എബിലിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. 100 മാർക്ക്, 40 GK ആണെന്ന് പറഞ്ഞു. പിന്നെ സയൻസിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നാച്ചുറൽ സയൻസ് ആണ്. അത് പൊതുജനാരോഗ്യത്തിന് 10 മാർക്കും ബയോളജിയിൽ 5 മാർക്കും, അങ്ങനെ 15 മാർക്ക് നാച്ചുറൽ സയൻസിൽ നിന്ന് തന്നെ വരും. പിന്നെ ഫിസിക്കൽ സയൻസിൽ കെമിസ്ട്രിയും ഫിസിക്സും കൂടിയിട്ട് 5 മാർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ അറിഞ്ഞ് നല്ല സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് നേടാം. അപ്പോൾ ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസം തന്നെ ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ക്ലാസ്സിൽ കാണാം. ഓക്കെ.